Dear students, welcome back to math class. Today we are going to discuss powers of a fraction. Powers of a fraction. Fraction de powers. Okay, all of you look at these pictures. You have one square, then one part is shaded. Here also one part shaded, then here also one part shaded or colored. Next, what part of the first square colored? ഇവിടെ 4 പാർട്സ് ഉണ്ട് അല്ലേ? ഈ 4 ഒരു പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. So what part of the first square colored? Can you say? Yes, 1/4. Then what about second square? സെക്കൻഡ് സ്ക്വയറിൽ ഈ രണ്ടാമത്തെ ഫിഗറിൽ എത്ര ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത്? ഇവിടെ ഓൾറെഡി 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ 4 ഭാഗത്തിൽ വീണ്ടും 4 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഹിയർ ഒരു വലിയ സ്ക്വയർ, ആ വലിയ സ്ക്വയറിൽ 4 ഭാഗം ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ തന്നെയാണ് വീണ്ടും 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ ക്യാൻ യു സേ ഹൗ ക്യാൻ വി റൈറ്റ്? What part of the square shaded in this second square? This is 1/4 of 1/4. അല്ലേ? ഇവിടെ ഓൾറെഡി 1/4 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ 1/4 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 1/4 of 1/4. This is 1/4 into 1/4. 1/4 of 1/4 is 1/4 into 1/4. That is 1 into 1 by here 4 into 4. Okay, you have studied in 6th standard. This is 1 into 1 1 by 4 into 4 60. Next, what about in the third square? What part of the third square colored? മൂന്നാമത്തെ സ്ക്വയറിൽ എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്? ഇവിടെ 1/4, then 1/4 of 1/4. ഇനി ഇവിടെ വീണ്ടും അതിൻ്റെ 1/4 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓൾറെഡി ഒരു 1/4 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതിൽ 1/4 പിന്നെ വീണ്ടും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതിനെ വീണ്ടും 4 ആക്കിയതിൽ ഒരു ഭാഗമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെ എഴുതാം തേർഡ് സ്ക്വയറിൻ്റെ കേസിൽ? യെസ്, ക്യാൻ യു സേ 1/4 of 1/60. That is, we can write 1/4 into 1/60. Okay, this is 1 into 1 by 4 into 16. 1 into 1 by 4 into 16. That is 1/4 into 16, 64. Okay, ഒന്നാമത്തെ കേസിൽ 1/4, ദെൻ സെക്കൻഡ് സ്ക്വയറിൽ 1/4 of 1/4. 1/4ൻ്റെ 1/4 ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം 1/4 into 1/4. ദാറ്റ് ഈസ് 1 into 1/4 into 4 1/60. ഇനി തേർഡ് കേസിൽ മൂന്നാമത്തെ സ്ക്വയറിലോ? യെസ്, 1/4 of 1/60. ഇവിടെ നമുക്ക് 1/16 കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ 1/4 ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? 1/16ൻ്റെ 1/4 ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 of 1/16. ദാറ്റ് ഈസ് 1/4 into 1/60 or 1 into 1/4 into 16. Next, 1/64. Then what about fourth one? By continuing like this, what part of fourth square colored? ഇതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫോർത്ത് സ്ക്വയറിൻ്റെ കേസ് എങ്ങനെ വരിക? 1/4 of 1/64.
ഓക്കെ. ഇനി ഫിഫ്ത്ത് ആയാലോ? ഫിഫ്ത്ത് സ്ക്വയർ ആണെങ്കിൽ എങ്ങനെ വരിക? 1/4 ഓഫ്, ഇവിടെ 4 × 64 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 64 × 4, 4 × 4 16, then 1, 6 × 4 24, 24 plus 1 25, that is 256. So we can write 1/4 of 1/256. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലേ? ഓരോന്നിൻ്റെ 1/4കളാണ് എന്ത് ചെയ്യുന്നത്? ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പവേഴ്സ് ഓഫ് എ ഫ്രാക്ഷൻ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് പവർ ആക്കി എഴുതാൻ പറ്റുക? ഇത് 1/4ൻ്റെ എത്രാമത്തെ പവർ ആയിട്ടാണ് വരിക? ഈ 1/4 ഓഫ് 1/256 എന്ന് പറഞ്ഞാൽ ഓക്കെ, അതായത് ഫിഫ്ത്ത് സ്ക്വയറിലാണ് വരുന്നത്. ഒന്നാമത്തെ സ്ക്വയർ ആയപ്പോൾ 1/4. അപ്പോൾ ഇവിടെ 1/4ൻ്റെ ഫസ്റ്റ് പവർ. ഇനി സെക്കൻഡ് സ്ക്വയർ ആയപ്പോൾ 1/4 ഓഫ് 1/4, അതായത് 1/4 × 1/4. 1/4 × 1/4 ഈസ് 1/4 സ്ക്വയർ. ഓക്കെ, 1/4 × 1/4. ഇപ്പോൾ 1/4ൻ്റെ സെക്കൻഡ് പവർ. നെക്സ്റ്റ് 1/4 ഓഫ് 1/60. ഈ 1/60 എന്ന് പറയുമ്പോൾ 1/4 × 1/4 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 1/4 × 1/60 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/4 × 1/4. പിന്നെ ഈ 16 ആയതുകൊണ്ട് ഇവിടെ ഒരു എക്സ്ട്രാ 1/4 കൂടെ വരും. അപ്പോൾ ഇതിനെ ഈ 1/4 × 1/16 നമുക്ക് എങ്ങനെ എഴുതാം? 1/4 × 1/4 × 1/4. അപ്പോൾ അത് 1/4ൻ്റെ തേർഡ് പവർ ആവും. അപ്പോൾ അടുത്തതിൽ ഫോർത്തിലോ 1/4ൻ്റെ ഫോർത്ത് പവർ ആവും. നെക്സ്റ്റോ ഫിഫ്ത്ത് കേസിലോ ഓർ ഫിഫ്ത്ത് സ്ക്വയർ വരുമ്പോഴോ 1/4ൻ്റെ ഫിഫ്ത്ത് പവർ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടെത്തി വെക്കാം. ഓക്കെ, 1/4ൻ്റെ ഫിഫ്ത്ത് പവർ എത്രയാണ് വരുന്നത്? ഓക്കെ, all of you listen. In the first case we got 1/4. In the second square here 1/4 × 1/4. Next this is 1/60. The next 1/4 × 1/60. This is 1/4 × 1/4 × 1/4. Okay, this is we can write 1/4 square. Okay, or 1/4 whole square. 1/4 × 1/4 is 1/60. That is 1/4 square is 60. 1/4 whole square. The next here 1/4 × 1/4 × 1/4. This is 1/4 cube. Next one 1/4 × 1/64. 4 × 4 is 16. 16 × 4 is 64. Okay, that is 1/4 × this is 1/4 × 1/4 × 1/4. That is 1/4ൻ്റെ ഫോർത്ത് പവർ. ഇനി നമുക്ക് കാണേണ്ടത് 1/4ൻ്റെ ഫിഫ്ത്ത് പവർ. അതെങ്ങനെയായിരുന്നു? 1/4 × 1/256. അതായത് 64 × 4, അതാണ് എന്ത്? 1/256. അപ്പോൾ അതിന് നമുക്ക് എന്തെഴുതാം? 1/4ൻ്റെ ഫിഫ്ത്ത് പവർ. അപ്പോൾ അതാണ് നമ്മളിനി കാണുന്നത്. എത്ര അതിൻ്റെ വാല്യൂ വരിക? 1/4 whole raised to 5. Our topic is powers of a fraction. 1/4ൻ്റെ ഫിഫ്ത്ത് പവർ എങ്ങനെ കാണാം? This is 1/4 × 1/4 × 1/4 × 1/4 × 1/4. Okay, 5 times 1/4. മൾട്ടിപ്ലൈ അല്ലേ? 5 തവണ 1/4 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1/4 × 1/4 × 1/4 × 1/4 × 1/4. This is 1 × 1 × 1 × 1 × 1
by 4 into 4 into 4 into 4 into 4. That is, numerator is 1. What about the denominator? 4 into 4, 16. Again, 16 into 16, 16 into 16, 6 into 6, 36, then 3, 1 into 6, 6, 6 plus 3, 9. Next, 1 into 6, 6, 1 into 1, 1, 6, 9 plus 6, 15, then 1, 1 plus 1, 2, 256. So 16 into 16 is 256. Again into 4. What we get? 6 into 4, 24, then 2. 5 into 4, 20. 20 into 2, 22, 2. Then 2 into 4, 8. 8 plus 2, 10. So we get 1024. Okay. 1 by 1024. അതായത് 1 by 4ൻ്റെ 5th പവർ എന്ന് പറയുന്നത് 1 by 1024. ഓക്കെ. അപ്പോൾ നമുക്ക് തന്ന ഫ്രാക്ഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സ്ക്വയറിൽ നമ്മൾ 4/1 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. രണ്ടാമത്തേലോ 1 by 4ൻ്റെ വീണ്ടും 4/1 ഭാഗം ഷെയ്ഡ് ചെയ്തു. അങ്ങനെയാണ് ആ ഫിഗർ അല്ലെങ്കിൽ സ്ക്വയർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിലെ 5th സ്ക്വയറിൽ വരുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്ത ഭാഗം വരിക? 1 by 1024. അതായത് 1 by 4ൻ്റെ 5th പവർ. ദാറ്റ് ഈസ് 1 by 1024. ഓക്കെ. Some examples. First one, 2 by 3 whole cube. Okay. 2 by 3ൻ്റെ 3rd power. 2 by 3 whole cube. How can you find out? 2 by 3 is 2 by 3 into 2 by 3 into 2 by 3. Okay. 2 by 3 into 2 by 3 into 2 by 3. That is 2 into 2 into 2 by 3 into 3 into 3. 2 by 3 cube is 2 by 3 into 2 by 3 into 2 by 3. Then 2 into 2 into 2 by 3 into 3 into 3. This is 2 into 2 into 2 is 8. 8 by 3 into 3 into 3. 3 into 3, 9. 9 into 3, 27. So the value is 8 by 27. 2 by 3 whole cube can be written as 8 by 27. Or this is also 2 cube by 3 cube. Okay. 2 by 3 whole cube is 8 by 27. This is 2 cube by 3 cube. Okay. The next another example, 3 by 5 whole cube. 3 by 5 whole cube. How can you split this? 3 by 5 into 3 by 5 into 3 by 5. Okay. 3 times നമ്മൾ 3 by 5 multiply ചെയ്യുന്നു. 3 by 5 into 3 by 5 into 3 by 5. This is 3 into 3 by 5 into 5 into 5. What is the product of the numerator? 3 into 3, 9. 9 into 3, 27. Next, 5 into 5, 25. 25 into 5, 125. Or this is 3 cube by 5 cube. Okay. So 3 by 5 cube is 3 into 3 into 3 by 5 into 5 into 5. That is 27 by 125. Or 3 cube by
5 cube. Okay. Next one. 1 2 by 3 cube. 1 2 by 3. This is a mixed fraction. 1 2 by 3 cube. The value area 1 2 by 3 cube. Mixed fraction എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം? 1 2 by 3 is 1 into 3 plus 2 by 3. Okay. 1 into 3 plus 2 by 3. 1 into 3 is 3 plus 2 by 3. 3 plus 2, 5. So we can write 5 by 3. So 1 2 by 3 cube is 5 by 3 whole cube. 5 by 3 whole cube. That is 5 by 3 into 5 by 3 into 5 by 3. Okay. 5 by 3 cube is 5 by 3 into 5 by 3 into 5 by 3. 3 into 1, 3 plus 2, 5. So 5 by 3. 5 by 3 cube is 5 by 3 into 5 by 3 into 5 by 3. This is 5 into 5 by here 3 into 3 into 3. 3 into 3 into 3. Next 5 into 5 25. 25 into 5 125 by 3 into 3 9. 9 into 3 27. Or this is 5 cube by 3 cube. Okay. Any doubt from these examples? Can you understand? Okay. 1 2 by 3 cube is 5 by 3 cube. That is 125 by 27. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന എന്താ 1 2 by 3 മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് കിട്ടിയ ഈ ഫ്രാക്ഷൻ എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 125 by 27. How many 27s are there in 125? Can you say? 27 into 5 എടുത്താൽ എങ്ങനെ വരിക? 5 into 7 35. 3. Then 2 into 5 10 plus 3 13. ഇപ്പോൾ 125നേക്കാൾ അത് കൂടിയിട്ടുണ്ട്. Then next 27 into 4. 4 into 7 28. Then 2. 2 into 4 8. 8 plus 2 10. Okay. So here 4. 4 into 27 is 108. The next subtract. Here 15. 7 plus 8 15. The next 1 17. 108 plus 17 is 125. Now we can write. ഇവിടുത്തെ കിട്ടിയ ആൻസർ ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അല്ലേ? 4. നെക്സ്റ്റ് റിമൈൻഡർ 17 by 27. 4 17 by 27. So 1 2 by 3 cube is 4 17 by 27. Okay. The next 2 2 by 5 square. 2 2 by 5 is 2 2 by 5. 2 into 5 plus 2 by 5. 2 into 5 10. 10 plus 2 12 by 5. 2 into 5. 2 into 5 10 plus 2 by 5. That is 10 plus 2 12 by 5. 12 by 5 whole square. Okay. This is 12 into 12 or 12 by 5 into 12 by 5. 12 by 5 square is 12 by 5 into 12 by 5. This is 12 into 12 by 5 into
5. Next, 12 into 12. This is 144 divided by 25. Okay. So 2 by 5 whole square is 144 by 25. Now you can convert this fraction into mixed fraction. Okay. 144നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അത്, ദെൻ മുകളിൽ റിമൈൻഡർ, താഴെ ഏതാ വരിക 25. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? Today's class is over. Thank you.